അതെ, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴേ തിന്നുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. പിന്നെ ബാ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് 100% നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ പ്രഗ്നൻസിയിലെ റിസ്കുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ഇവളെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്കും ജിമ്മിൽ പോകാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ജിമ്മിൽ പോകുന്നതിന്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഞങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ബാക്ക് പെയിൻ ആയിരുന്നു. വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ബാക്ക് പെയിൻ നല്ല രീതിയിൽ കുറഞ്ഞു. മാത്രമല്ല മസിലിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യാനും തുടങ്ങി. പിന്നെ അത് മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ പ്രഗ്നൻസിയിലെ മറ്റൊരു ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. സോ ഇത് നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതിൽ കൂടെ കുറയ്ക്കാൻ പറ്റും. ബോഡിയിൽ ഓക്സിജനും ബ്ലഡ് ഫ്ലോയും കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വെല്ലിങ്ങും ബോഡിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ. സോ ഇതും നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ്. നല്ല ഉറക്കം കിട്ടും, ഹെൽത്തി വെയിറ്റ് മാനേജ്മെൻറ്റിന് വർക്കൗട്ട് സഹായിക്കും. അതുപോലെ തന്നെ മസിലിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുട്ടയിടുന്ന പോലെ പ്രസവിച്ചിട്ട് വരാം. ചുമ്മാ പറഞ്ഞാട്ടെ, ഇനി എന്നെ പൊങ്കാല ഇടാൻ വരണ്ട. സോ ഞാൻ ഒരു പ്രാസത്തിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും വർക്കൗട്ട് ചെയ്യുന്നതോടെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ബേബിയുടെ ഹെൽത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട്. പ്രഗ്നൻസി സമയത്ത് ഡയബറ്റിക്കും ബിപിയും കൺട്രോൾ ചെയ്യാനും വർക്കൗട്ട് സഹായിക്കും. പിന്നൊരു കാര്യം, ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.